പലരും ചോദിച്ചു തുടങ്ങിയിരുന്നു, നീറ്റിന്റെ പ്രക്ഷോഭം ഡൽഹിയിൽ നടക്കുകയാണ്, എന്താണ് ഒരു പ്രതികരണവും കണ്ടില്ല എന്നല്ല. കുറെ ആദ്യം കാണുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഫീലിംഗ് പോലെ തന്നെയാണ് എനിക്കുണ്ടായത്. കുട്ടികളെ അടിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഷോട്ടുകൾ കാണുന്നു. ആ ഷോട്ടുകൾ കാണുന്ന സമയത്ത് നമുക്ക് വിഷമം തോന്നും. കുട്ടികളെ വെറുതെ അടിക്കുകയാണെന്നുള്ളതല്ല. പക്ഷെ അതിലെവിടെയായിരുന്നു കുട്ടികളെന്നുള്ളത് പിന്നീട് തെരഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. കുട്ടികൾ കുറവും കുട്ടന്മാരായിരുന്നു കൂടുതലുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഒരു റിക്വസ്റ്റ് എല്ലാവരോടും ഉള്ളത്, ഇത് പറയുന്ന സമയത്ത് ആദ്യം നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കൂ. കേട്ടതിന് ശേഷം പലർക്കും എന്നെ തെറി വിളിക്കണം തോന്നും, അത് സ്വാഭാവികം. മേജർ വി എന്താണെങ്കിലും പറയാം, കാരണം ഞാൻ അതിന് തിരിച്ചൊന്നും പറയാറില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഞാനിതിനകത്ത് കുറേ സ്റ്റഡീസ് നടത്തിയിട്ടാണ് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. അതിനകത്തുള്ള ഫാക്ട്സും ഫിഗേഴ്സും എല്ലാം ഞാൻ ശേഖരിച്ച് വെച്ചതിന് ശേഷം എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ ഫംഗ്ഷൻ വാങ്ഡൂസിനെ, സോണം വാങ്ഡൂസിനെ എനിക്ക് ലേലടാക്കുന്നത് തന്നെ ഞാനന്ന് അവിടെ സർവീസ് ചെയ്യുന്ന സമയത്തും ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികളൊക്കെ തുടങ്ങിയത് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പരിസ്ഥിതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു തുടങ്ങിയത്. പക്ഷെ പിന്നീട് പെട്ടെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു മാറ്റം. ഫൈനാൻഷ്യലി ഇവിടെ നിന്നോ കുറെ ഫണ്ടുകൾ വരാൻ തുടങ്ങി. സോ ബേസിക്കലി ഫോറിൻ ഫണ്ട്സ് വരുന്ന സമയത്ത് അതിന് ചോദ്യം ഉണ്ടായിരുന്നില്ല എന്നല്ല. ഈ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തെല്ലാം ഇതിനകത്ത് അങ്ങനെയുള്ളൊരു വലിയ കൺട്രോളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയായിരുന്നല്ലോ പാകിസ്ഥാൻ അടക്കം കള്ളപ്പണം അടിച്ചിറക്കിയതും നോട്ട് ബന്ദിയോട് പറഞ്ഞപ്പോൾ അതിനും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ ഇന്നിപ്പം ഇവിടെ ഡൽഹിയിൽ വന്ന് നിരാഹാരം നടത്തുന്നു എന്ന് പറയുന്നത് തുടക്കം എന്താണ്? നീറ്റ് എക്സാമിനേഷന്റെ ചോദ്യപേപ്പർ ചോർന്നു, അതിന് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. ഇതാണ് ബേസിക്. ഇത് തുടങ്ങുന്നത് എവിടുന്നാണ്? അമേരിക്കയിൽ നിന്ന് ഏതോ ഒരുത്തന്നെ ഒരു എഞ്ചിനീയറിംഗും പഠിച്ച് അവിടെ എന്തൊക്കെയോ ചെറിയ ജോലിയൊക്കെ ചെയ്തിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ ഇറക്കുന്നു, കാക്രോച്ച് ക്യാമ്പയിൻ. അത് പാർട്ടിയൊന്നല്ല, അത് ഇറ്റ്സ് PR വർക്ക് പോലുള്ള ഒരു ക്യാമ്പയിൻ ഇറക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ ആള് പെട്ടെന്ന് അവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഡൽഹിക്ക് വരുന്നു. ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കിട്ടിയിരിക്കുന്ന കുറെ ഫ്രസ്ട്രേറ്റഡ് യങ്സ്റ്റേഴ്സ് എന്ന് പറയില്ലേ, കാരണം സ്വന്തമായിട്ട് കപ്പാസിറ്റി എന്താണെന്നുള്ള അവർക്ക് പോലും അറിയില്ല. ഇപ്പൊ പോലും നിങ്ങൾ ഡൽഹിയിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ പോലും ചില ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ പോയി നിന്നിട്ട് ഒച്ചമ്പടമുണ്ട്. അവര് ബേസിക്കലി ഇവിടെ വലിയ പണിയൊന്നും ഇല്ല അവർക്ക്. അപ്പൊ എവിടെയെങ്കിലും കയറി നിന്നിട്ട് TV-യിൽ കയറി നിന്ന് കണ്ട് എന്താണ് അവരുടെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പോയിരിക്കുന്നത് എന്താണ്? നീറ്റിന്റെ ചോദ്യപേപ്പർ ചോർന്നതിനുള്ള കാര്യങ്ങള്, അതിനുള്ള സപ്പോർട്ട്. കുട്ടികളെ അടിക്കാൻ പാടില്ല. പക്ഷെ കുട്ടികളെ അടിക്കുന്നത് എങ്ങനെയാണ്? പോലീസ് അവരുടെ വീട്ടിൽ കയറിയിട്ട് അടിക്കല്ല. പോലീസ് പറഞ്ഞിരിക്കുന്ന ജന്തർ മന്ദർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പർട്ടിക്കുലർ ഏരിയ ഉണ്ട്. അവിടെ സമരം, പ്രക്ഷോഭം എന്ത് വേണമെങ്കിലും ചെയ്യാം, പ്രതിഷേധിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ അനുകൂലമായ വീടും വീഡിയോയും നൽകിയാൽ 65,000 രൂപയാണ് അത്ര. പാറ്റക്കലാപത്തിന് അനുകൂലമായ റീലും വീഡിയോയും നൽകി 65,000 രൂപയാണ് അത്ര. എനിക്ക് വേണ്ട അത്. ഞാൻ ആരെയും പൈസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ ചെയ്യാം. എന്റെ ലൈവിലും എനിക്കും പൈസ കിട്ടും. പക്ഷെ ഇത് നിങ്ങളോട് പറയണമെന്നുണ്ട്. ഇതിന് നിങ്ങൾ എന്നെ തെരുവിളിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോ. ഈ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നത് നീറ്റിന്റെ പ്രശ്നത്തില്. ഈ നീറ്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നും നല്ല ഈ ചോദ്യപേപ്പർ ചോരുന്നല്ല ഉണ്ടായിരിക്കണം. ഇത് നോക്കൂ. എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ വായിച്ചു കാണിച്ചതാണ്. മേജർ എക്സാമിനേഷൻ ലീക്ക് 2004-2014 കോൺഗ്രസ് ഭരിക്കുന്ന സമയമാണ്. AIPMT 2004, AIPMT 2003 ഇൻവെസ്റ്റിഗേഷൻ നടക്കും. AIEE 2011 പേപ്പർ ലീക്ക് അലിഗേഷൻസ് ലെഡ് ടു അറസ്റ്റ്. ലീക്ക് ഉണ്ടെങ്കിൽ അവിടെ അറസ്റ്റ് നടക്കും. അപ്പം അതിപ്പെടുന്നു. ഇന്നിപ്പം മോദിജി പറഞ്ഞല്ലോ 13 പേരെ ഈ കൾപ്രിറ്റുകളെ ഓൾറെഡി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. അതുപോലെ CBSE ക്ലാസ് 12 സയൻസ് പേപ്പേഴ്സ് 2011, എഞ്ചിനീയറിംഗ് എൻട്രൻസ് ചീറ്റിംഗ് റാക്കറ്റ് 2012,
അതുപോലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ചീറ്റിംഗ് 2012, നാഷണൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ എക്സാമിനേഷൻ 2013, CAT സ്കോർ മാനിപ്പുലേഷൻ 2013, SBI പ്രൊബേഷണറി ഓഫീസർ എക്സാമിനേഷൻ 2013, UP CPMT 2014. ഇറ്റ് ഇസ് നോട്ട് മോദി ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമിനേഷൻ പേപ്പർ ലീക്കായി കഴിഞ്ഞാൽ അതിന്റെ പിറകില് മോദി ഗവൺമെന്റിനെ താഴ്ത്തരുത്. ഇപ്പോഴത്തെ മുദ്രാവാക്യം എന്താണ്? അതുകൊണ്ട് നിങ്ങൾ ആദ്യം കേൾക്കും, എന്നിട്ട് ഇതിന് ശേഷം നമുക്ക് സംസാരിക്കാം. നീറ്റിന്റെ എക്സാമിനേഷന് വേണ്ടി പോയിരിക്കുന്ന ഇത്രയും ഉള്ള കുട്ടികളിൽ നോട്ട് ഈവൻ 0.1% നീറ്റ് എഴുതിയവരോ എഴുതാൻ പോകുന്നവരോ ആയിട്ടുള്ളവർ അവിടെ ഇല്ല. എഡ്യൂക്കേഷൻ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തത്. CBSE പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ CBSEയുടെ ഫുൾ ഫോം എന്താണ് അറിയില്ല. നീറ്റ് എന്താണ്? നാഷണൽ ഇൻട്രസ്റ്റ് നാഷണൽ ഈ എക്സാമിനേഷനെ കുറിച്ചിട്ടുള്ള ചോദിച്ചു. നാഷണൽ എന്ന് പറഞ്ഞു, ബാക്കി मैं भूल गया, मैं पढ़ के आया था, उसके बाद मैं भूल गया എന്ന് പറയുന്ന സോ കോൾഡ് എൻട്രൻസ് എക്സാമിനേഷൻ പോകുന്ന ആളുകളെയാണ് ഇപ്പൊ നമ്മളവിടെ കാണുന്നത്. അപ്പോ ഇത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഇവിടെയാണ് നമ്മൾ നാഷണലിസ്റ്റിക് വേ ഓഫ് തിങ്കിങ് തുടങ്ങിയിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് സോറോസിന്റെ ഫണ്ടിങ്. ഈ സോറോസ് എന്ന് പറയുന്ന വ്യക്തി ഏതാണ്? 40 ചെറിയ ചെറിയ രാഷ്ട്രങ്ങളെ ഇല്ലാതാക്കിയ വ്യക്തിയാണ്. നമുക്ക് അറിയപ്പെടുന്ന ഇല്ലാതാക്കിയിട്ടുള്ള നമ്മുടെ ചുറ്റുമുള്ള നേപ്പാൾ പ്രക്ഷോഭം കൊണ്ടിറക്കി ഇതുപോലെ, അതുപോലെ ബംഗ്ലാദേശിൽ, അത് കഴിഞ്ഞ് ശ്രീലങ്കയിൽ. അതിന്റെ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ആണ് ഇവിടെ നടത്തി. പാർലമെന്റ് ശ്രീലങ്കയിൽ നടത്തിയത് അതാണ്, ബംഗ്ലാദേശിൽ അത് തന്നെയായിരുന്നു, നേപ്പാളിലും അത് തന്നെയാണ്. പക്ഷെ ഇന്ത്യ ഈസ് എ വെരി സ്ട്രോങ് കൺട്രി. ഇന്ത്യയിലേക്ക് നിങ്ങളൊരു പാർലമെന്റ് അറ്റാക്ക് നടത്താനൊക്കെ പോവുക എന്നൊക്കെ പറയുന്നത് നിങ്ങളെപ്പോഴുള്ള ഈ പീക്കരി പടകളെ കൊണ്ടൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല. പ്രൈം മിനിസ്റ്റർ വീട്, ദാറ്റ്സ് എ ഹയസ്റ്റ് സെക്യൂരിറ്റി ബൗണ്ട് ഏരിയ ഇൻ ദിസ് കൺട്രി. പ്രൈം മിനിസ്റ്ററുടെ വീടാണ്. അതിന്റെ മുന്നിൽ നിങ്ങൾ പ്രക്ഷോഭം നടത്താൻ പോയി കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള കിട്ടും. പറഞ്ഞിട്ടുണ്ട്, ദിസ് ഇസ് എ റെസ്ട്രിക്റ്റഡ് ഏരിയ, പ്രോഹിബിറ്റഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. എന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങൾ സമാധാനപരമായിട്ട് ഇത്രയധികം പോലീസിന്റെ വണ്ടികൾ അടിച്ചു തീർക്കുന്നു, പോലീസിന് പെപ്പർ സ്പ്രേ അടിക്കുന്നു. തിരിച്ചു കിട്ടും മക്കളെ. അതിന് നിന്ന് നോങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് ഇനി എന്റെ മേക്കെട്ട് കയറിയിട്ടും അതിനും ഒരു കാര്യമില്ല. ഇറ്റ് ഹാർഡ്ലി മേക്സ് എ ഡിഫറൻസ് ടു മീ വെൻ ഐ ടെൽ യു ദ ഫാക്ട്. ഇറ്റ് ഇസ് എ ഫോറിൻ ഫണ്ടഡ് പ്രക്ഷോഭം ഇവിടെ നടക്കുന്നത്. ഇപ്പോഴത്തെ മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ്? നീറ്റിനാണെങ്കിൽ പ്രധാന റിസൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ലേ പറയുന്നത്. ഇവിടെ മോദിക്കോ ഹട്ടാവോ. ആരാ വന്നിരിക്കുന്നത്? രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധി വന്നിട്ട് പിന്നെ അവിടെ ഫുൾ ഷോ ഓഫ് ആണ്. എന്നെ അടിക്കൂ എന്നുള്ളതാണ്. എവറി വേർഡ് അവിടെ TV-ക്ക് മുന്നിൽ നടക്കുന്ന ഷോ ഓഫ്. ഇതിനകത്ത് കുറച്ച് ആർട്ടിസ്റ്റുകൾ പോയിട്ട് അവിടെ ഷോ ഓഫ്. ഇത് ചിലപ്പോൾ ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കാര്യം എന്തെന്നറിയാതെ ഒച്ചമേടം ഉണ്ടാക്കുന്നത്. കുട്ടികളെ അടിച്ചു, ഞാനത് തെറ്റെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കുട്ടികളെ അടിച്ചിട്ടുണ്ട്, തെറ്റാണ്. പക്ഷെ കുട്ടികളെ പോലെ പെരുമാറണം. അവിടെ ഒരുത്തൻ ഇപ്പൊ കുട്ടി എന്ന് പറയുന്ന ഈ ആള് പെപ്പർ സ്പ്രേ പോലും വെറുതെ നിൽക്കുന്ന പോലീസിന്റെ പുറകെ കൂടെ പോയിട്ട് പെപ്പർ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ അത് ജാട്ടാണ്. അവന് അന്തം കൊണ്ടുമില്ല, വെച്ച് കീച്ചി തരും. അത് കണ്ട് നമുക്ക് സാധാരണ എല്ലാം ഓക്കെ. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ അവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അടി വാങ്ങിക്കുന്ന സമയത്ത് അത് അടി വാങ്ങിക്കും. ഇതേപോലെ എക്സാമിനേഷന്റെയും ജോലിക്കും വേണ്ടി കേരളത്തിൽ എത്ര പേര് പ്രക്ഷോഭം നടത്തി? എന്തെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അവരവിടെ കിടന്നു, അവർ പോലീസിനെ ആക്രമിച്ചിട്ടുമില്ല, തിരിച്ചിങ്ങോട്ടും ആക്രമിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഇതെല്ലാം ഡൽഹിയിൽ മാത്രം നടക്കുന്നു? ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ഒരു എഡ്യൂക്കേഷണൽ സ്കാമാണ് ഈ നടക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉള്ള എത്ര കുട്ടികൾ ഫോറിൻ കൺട്രീസിൽ പഠിക്കുന്നുണ്ട്? ഈ ഫോറിൻ കൺട്രീസിൽ അതിന്റെയും കൂടെ ഞാൻ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഫോറിൻ കൺട്രീസിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് അത് ഹാർവേർഡിലും SOS ലണ്ടനിലും കൊളംബിയയിലും ഷിക്കാഗോയിലും എല്ലാം പഠിക്കുന്ന കുട്ടികളില് ഇവരുടെ എല്ലാം ആ രാജ്യത്ത് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഓൾ ടുഗദർ UK, US, ഓസ്ട്രേലിയ ഈ 3 രാജ്യങ്ങൾക്ക് കിട്ടുന്നത് ഏർണിംഗ് റഫ്ലി $3.7 ബില്യൺ ആണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നു. അപ്പൊ ഈ പുതിയ പോളിസി, ഇപ്പം പാസ്സാവാൻ പോകുന്ന പോളിസി ഇന്ത്യയിൽ നടപ്പാക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് വിൽ ബി അറ്റ് പാർ വിത്ത് ദീസ് കൈൻഡ് ഓഫ് യൂണിവേഴ്സിറ്റീസ്. ഹാർവാർഡും ഇവിടെയൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ആർക്കാണ് ഇതിന്റെ നഷ്ടം വരുന്നത്? അവിടെ നഷ്ടം വരുന്നത് ഈ രാജ്യങ്ങൾക്കാണ്. അപ്പൊ അതിനെ വരാതിരിക്കാൻ വേണ്ടി സോറോസ് ത്രൂ ഈ ഫണ്ടിങ് കൊടുത്തുകൊണ്ട് ഇവിടെ ഒരു പ്രക്ഷേപം നടത്തി ആ ഒരു റെവല്യൂഷൻ, एजुकेशनल पॉलिसी रेवोल्यूशन इंडिया वरादिरिक्कान वेंडिट्टु इससे से जो रेवोल्यूशन को इंडिया में अगर लाया तो हिंदुस्तान की जो पैसा बाहर नहीं जाएगा,
ये पॉलिसी गवर्नमेंट की पॉलिसी है। कौन सी गवर्नमेंट की पॉलिसी है? पिछली 12 साल से जो गवर्नमेंट रूल कर रहा है, जिसका कोई घोटाला नहीं है, 2G स्पेक्ट्रम नहीं है, चारा वाला नहीं है, कोई भी स्कैम नहीं है 12 साल से മോദി ഗവൺമെന്റ് കൺട്രിബ്യൂട്ട്. അപ്പൊ ആ ഗവൺമെന്റിനെ എങ്ങനെയെങ്കിലും താഴ്ത്തു വീഴ്ത്തിയാൽ മാത്രമേന് പിന്നെ അവർ പറയുന്ന പോലുള്ള ഗവൺമെന്റുകളെ കൊണ്ടുവന്ന് ഇവിടെ സ്ഥലത്തിരുത്താൻ പറ്റുള്ളൂ, ഷെയറിലിരുത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഫോറിൻ ഫണ്ടിൽ കൂടെ നടക്കുന്ന ആ ഒരു കൺട്രോൾ ആയിരിക്കും ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷത്തിൽ നടന്നിരിക്കുന്ന ഇംപ്രൂവ്മെന്റ്, രാജ്യത്ത് നടന്നിരിക്കുന്ന ഡെവലപ്മെന്റ്, രാഹുൽ ഗാന്ധി, ഒപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി പാർലമെന്റ് പറഞ്ഞത് മേക്ക് ഇൻ ഇന്ത്യ കഭി ഹോയി നീ സക്താ. റോക്കറ്റ് അടക്കം വിട്ടു രാഹുൽ ഗാന്ധിജി. അത് ഇന്ത്യ ഹിന്ദുസ്ഥാൻ ഒരു നട്ടും ബോൾട്ടും അതിനകത്ത് ഒരു സാധനം പോലും ഫോറൻ നമ്മൾ വരുത്തിച്ചിട്ടില്ല. ഇന്ത്യക്ക് സാധിക്കും. നിങ്ങളുടെ വിൽ പവർ ഇല്ല. ഇവിടെ വിൽ പവറുള്ള ഒരു ഗവൺമെന്റ് ഭരിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഇസ് യുവർ പവർ. നിങ്ങൾക്ക് ഒരു ഘോട്ടാലയിലും ഈ ഗവൺമെന്റിനെ ഒന്നും പറയാൻ പറ്റില്ല. വെറുതെ വോട്ട് ചോറി എന്ന് പറയുന്നത് പൈസ ചോറി എന്ന് പറയുന്നില്ല, വോട്ട് ചോറി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടുകളാണ്. പലർക്കും പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം ഈ പ്രശ്നങ്ങളെല്ലാം കാണുന്ന സമയത്ത് നമുക്ക് എന്താണ് അറിയുന്നത്? ഇപ്പൊ ഇതിനകത്ത് ചില പേരുകൾ വരുന്നുണ്ട്. ഇവന്മാരെല്ലാം ആ ഫ്രസ്ട്രേഷൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ബിക്കോസ് സത്യം പറയുമ്പോൾ നിങ്ങൾക്കത് പറ്റില്ല. അത് നീറ്റിന്റെ കാര്യം പറയുമ്പോൾ നീറ്റിന്റെ കാര്യം പറ, അല്ലാതെ അവിടെ മുദ്രാവാക്യം വിളിക്കുന്ന എന്താണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ചിലവന്മാരോടാണ് ഈ പറയുന്നത്. അതിനകത്തുള്ള സ്ലോഗൻസ് റേസ്ഡ് ഫ്രം കോക്രോച്ച് പ്രൊട്ടസ്റ്റ്. ഫ്രീ ഉമർ ഖാലിദ്. നീറ്റും ഉമർ ഖാലിദും തമ്മിൽ എന്താണ് ബന്ധം മോനെ? അത് കഴിഞ്ഞിട്ട് ഫ്രീ ഫിജിൽ ഇമാം. റെസ്റ്റോർ 370 ആർട്ടിക്കിൾ. 370 ആർട്ടിക്കിൾ ഹടാവോ. ബാൻ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ട്. ആരുടെ ഇൻട്രസ്റ്റ് ആണ്? ചൈനയുടെ ഇൻട്രസ്റ്റ്. നിക്കോബാറും ഇവിടുത്തെ ഇന്ത്യയിലും ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് ഒരു പിടിയില്ല. എന്താണ് ഈ നിക്കോബാർ പ്രൊജക്ടും എന്നുള്ളത് ഇവിടുത്തെ അവിടെ പ്രക്ഷോഭം നടത്തുന്ന ഒരാൾക്കും ഒരു പിടിയില്ല. പക്ഷെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. എന്താണ്? ബാൻ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട്. ചൈനയുടെ ആവശ്യമാണത്. ബാൻ നോ ഡെവലപ്മെന്റ് ഇൻ ലഡാക്ക്. ലഡാക്കിനകത്ത് ഒരു ഡെവലപ്മെന്റും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ആർക്കാണ് ഇൻട്രസ്റ്റ്? ചൈനയ്ക്ക്. നോ അമെൻമെന്റ് ഓഫ് FCRA ഫണ്ടിന്റെ മുകളിലുള്ള അമെൻമെന്റ് ഒന്നും നടത്താൻ പാടില്ല. പഴയ സിസ്റ്റം തന്നെ വരണം. എന്നാൽ എനിക്ക് ഇഷ്ടം പോലെ കൊണ്ടുവന്ന് കള്ളപ്പണം കൊണ്ടുവന്ന് ഇവിടെ ഇറക്കാം. ഇതിന്റെയൊക്കെ മുദ്രാവാക്യവും നീറ്റ് എക്സാമിനേഷനുമായിട്ട് എന്താണ് ബന്ധം? ഇതെങ്കിലും ജനങ്ങളെ മനസ്സിലാക്കുക. ഇവിടെ കിടന്നിട്ട് എന്റെ എഗൻസ്റ്റ് മോങ്ങുന്നവന്മാരോട് ഞാൻ പറയുന്നത്, ആ മോങ്ങും നിങ്ങൾ മോങ്ങിക്കൊണ്ടിരുന്നോ. എന്നാലും മക്കളെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല ഇവിടെ ഈ രാജ്യം പോകുന്നത്. ഇത് ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടികളെ അടിച്ചു എന്നുള്ളതിന്, അല്ലെങ്കിൽ കുട്ടികളെ അടിച്ചു എന്നുള്ളതിന് യെസ് നമുക്ക് എല്ലാവർക്കും സങ്കടം ഉണ്ടായിരിക്കും. കുട്ടികളെ അടിച്ചു. പക്ഷെ കുട്ടികളായിട്ട് ബിഹേവ് ചെയ്യണം. അവിടെ വെറുതെ ഇരുന്ന ഒരു കുട്ടികളെ ആരും പോയിട്ട് പോലീസ് അടിച്ചിട്ടില്ല. അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് കല്ലെടുത്തെറിയലും ഇതെല്ലാം നടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ്. എന്തിനാണ് നിങ്ങൾ അവിടെ പോയിരിക്കുന്നത്? നിങ്ങൾ സമാധാനപരമായിട്ട് മുദ്രാവാക്യം വിളിക്കുകയാണെങ്കിൽ ഓക്കെ, അറസ്റ്റ് പ്രധാൻ എന്നുള്ളതാണെങ്കിൽ ഫൈൻ. അറസ്റ്റ് പ്രധാൻ മാക്സിമം വന്നിട്ട് മോദിക്കോ ഹട്ടാവോ, പ്രൈം മിനിസ്റ്റർ നീ ഹട്ടാവോ. പക്ഷെ ഇവിടെ ഈ മുദ്രാവാക്യം എന്തിനാണെന്നുള്ളതാണ്. ഫ്രീ ഉമർ ഖാലിദ്, മോസ്റ്റ് ഡ്രഗ്ഡ് ടെററിസ്റ്റ് ഹു ഇസ് ഇൻ ദ ജയിൽ. അതിന് റെസ്റ്റോർ 370 ആർട്ടിക്കിൾ. ആർക്കാണ് ഈ 370 ആർട്ടിക്കിൾ കൊണ്ട് നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? കാശ്മീരീസ് ഇല്ല അവിടെ. നിങ്ങൾ എന്തിനാത്? അപ്പൊ അങ്ങനെ 370 ആർട്ടിക്കിൾ ഹടായിച്ചാൽ മാത്രമേ പിന്നെ എനിക്ക് പൈസ കേൾക്കാൻ പറ്റുള്ളൂ, സെൻട്രൽ ഫണ്ട്. അതുപോലെ കാശ്മീരിനെ ബാക്കിലോട്ട് തള്ളാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളുള്ളത്. അപ്പം ഇനിയെങ്കിലും ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ ഈ നീറ്റിന് എഗൻസ്റ്റ് സംസാരിക്കുന്നു. മോദി കമ്മീഷൻ, 3 ഇൻഡിജിനിയസ്ലി ബിൽറ്റ്, ഇവിടെ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനകത്തുണ്ടായിരിക്കുന്ന ഡെവലപ്മെന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ കുറേയുണ്ട്. അത് നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടില്ല. സോ അതുകൊണ്ട് ഇത്രയാണ് ഇതിനെ ഈ വാങ്ചുക്കിനെയും ഇങ്ങനെയെല്ലാം പട്ടിണി കിടത്തിക്കൊണ്ട് അമേരിക്ക എന്ന് പറഞ്ഞ പയ്യൻ അവിടെ ബിരിയാണിയും പുട്ടും അടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതുപോലെ അവിടെ രാത്രികാലങ്ങളിൽ നടക്കുന്ന അട്രോസിറ്റീസ് എന്താണെന്നുള്ളതും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് നോട്ട് നീറ്റ് അല്ല ഇവിടുത്തെ പ്രശ്നം. മോദിക്കോ ഹട്ടാവും. മോദിക്കോ ഹട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നീറ്റിന്റെ ഇടയിൽ എന്തിനാണ് ഇപ്പൊ കർഷകരോട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം കർഷക സമരം നടത്തിയിട്ട് ഫെയിലായിട്ട് പോയിട്ടുള്ള ആളുകളെ എല്ലാറ്റിനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർക്കെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്ന ഫുഡ് പാക്കേജിന്റെ ഒക്കെ ഫണ്ടിങ് എവിടെ നിന്നാണ് വരുന്നത്? സോ വിത്തൗട്ട് ഫണ്ടിങ് ഇത് ഒരിക്കലും മുന്നോട്ട് പോവില്ല. ഇറ്റ്സ് എ ഫോറിൻ ഫണ്ടഡ് അജിറ്റേഷൻ ജസ്റ്റ് ടു ഡിസ്റ്റർബ് ദ കൺട്രീസ് സ്റ്റെബിലിറ്റി. നമ്മുടെ രാജ്യത്തിന്റെ സ്റ്റെബിലിറ്റിയെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു സംഭവമാണത്. അതുകൊണ്ട്
ഇതിന്റെ പേരിൽ അഭിപ്രായം എന്തെന്നുള്ളത് ആരും ചോദിക്കേണ്ട ആവശ്യമില്ല. എന്റേതായിട്ടുള്ള ഒരു വീക്ഷണമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇത് നീറ്റിന്റെ അല്ല ഈ പ്രക്ഷോഭം നടക്കുന്നു. ഇവിടെ നിന്ന് കുറേ എണ്ണം അവിടെ പോയിട്ട് ഈ പിള്ളേർ അവിടെ പോയിട്ട് ഇപ്പം അവിടെ ഡൽഹി പോലീസ് തുടങ്ങിയിരിക്കുന്നു. ഫിംഗർ പ്രിന്റ്സും ഫോറൻസിക്കും എല്ലാം. ഒരു വണ്ടിയുടെ മുകളിൽ കൈ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ പോലും ഫോറൻസിക് എടുത്തുകൊണ്ട് ഇവന്മാരുടെ എല്ലാം കേസ് ഇനി വരാൻ പോവാണ്. അത് വന്നു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഭാവി പോയി. ഗവൺമെന്റ് ജോലി പോട്ടെ, പ്രൈവറ്റ് ജോലി പോലും ബാക്കിൽ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ജോലി പോലും കിട്ടില്ല. പക്ഷെ ആ ജോലിക്കുള്ള എലിജിബിൾ ആയിട്ടുള്ളവരൊന്നും അല്ല അവിടെ പോയിരിക്കുന്നത്. ഒരു എലിജിബിലിറ്റി ഇല്ലാത്ത കുറെ എണ്ണം അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫ്രീ ഫുഡിനും കള്ളിനും വെള്ളത്തിനും അതുപോലെ തന്നെ നിലക്കണ്ടില്ലേ സെക്ഷൽ ഹരാസ്മെന്റ്. ആ ഒരു ജേർണലിസ്റ്റിന് ഒരുത്തൻ കയറി പിടിക്കുന്നെല്ലാം കണ്ടു കഴിഞ്ഞാല് ഓപ്പൺ മോളസ്റ്റേഷൻ. എന്തെങ്കിലും കേസുണ്ടോ അവിടെ? ഇല്ല. ഒരു നല്ല ഒരു നന്നായിട്ട് വളർത്തിയിട്ട് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും അവിടെ ഇതുപോലുള്ള പ്രക്ഷോഭത്തിനായിട്ട് അവിടെ പോവില്ല. അവിടെ പോയി കാണുന്നതെല്ലാം നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ അഭിപ്രായം ഇത് തന്നെ. ഇനിയിപ്പോ നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ ഫ്രണ്ടിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം കുറച്ച് ആൾക്കാർ എനിക്ക് വിളിക്കുന്നുണ്ട്. ഒറ്റ വാക്ക് പറഞ്ഞു നിർത്താം. എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്നൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നുമില്ല. വളരെ ഹ്യൂമെയിൻ ആയിട്ടുള്ള, കുട്ടിക്കാലം മുതലൊക്കെ ഏതെങ്കിലും ഒരു അനിമൽ, ഒരു നാൽക്കാലി, ഒരു പട്ടി, സ്ട്രേ ഡോഗിനെ പോലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ കരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു മായനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ രക്ഷിക്കുമെന്നും പറഞ്ഞുകൊണ്ട്, അതിനെ എടുത്തോണ്ട് വരുമെന്നും പറഞ്ഞു. ഇപ്പൊ റീസെന്റ് ആയി നടന്നിട്ടുള്ള സംഭവം, ഈ കുട്ടി പഠിച്ചതും വളർന്നതെല്ലാം വിയറ്റ്നാമിലായിരുന്നു. അവിടെയുള്ള ഒരു സ്ട്രേ ഡോഗ്, ഒരു ഡോഗിനെ ഒരാൾ ആക്രമിക്കുന്നത് കണ്ടിട്ട് ആ കുട്ടി ആ ഡോഗിനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് വഴി സംസാരിച്ച് പെർമിഷൻ എടുത്തുകൊണ്ടാണ് ആ ഡോഗിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവളുടെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത്. ആ കുട്ടി കണ്ടതാണ് ഒരു ബ്ലോക്കിനകത്ത് ഒരു കുട്ടീനെ അടിക്കുന്നതും അതിന്റെ പേരിൽ ഒരു പോസ്റ്റ് ഇട്ടു. നിങ്ങൾ അതിനെ അങ്ങ് ഫുള്ള് കാക്രോച്ച് പാർട്ടിക്കുള്ള സപ്പോർട്ടായിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പം പലരും എനിക്കും ഉണ്ട് നിങ്ങളുടെ ആളല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. പക്ഷെ ഞാൻ അറിയുന്ന മായ എന്ന് പറയുന്ന കുട്ടിക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംഭവം, ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ല. എന്താണ് ഈ സംഭവം, എന്താണ് ഈ അജിറ്റേഷൻ? അവിടെ കണ്ട് ചെറിയ കുട്ടീനെ അടിക്കുന്നു, കുട്ടികളെ അടിക്കുന്നു എന്ന് കണ്ടപ്പോ ചെറിയ കുട്ടി ഇല്ല അവിടെ. കുട്ടികളെന്നും നിങ്ങൾ പറയുന്നവരേ ഉള്ളൂ. അപ്പൊ അവിടെ വന്നിരിക്കുന്നവർ മുഴുവൻ എന്താ ചോദിച്ചാൽ ഞാൻ നീറ്റ് അപ്ലൈ ചെയ്തിട്ടില്ല, എന്നിട്ട് എന്താ നീറ്റിന്റെ ഫുൾ ഫോം എന്താ, അതുപോലെ അറിയാത്ത ആൾക്കാരാണ് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് ഇത്രയേ ഉള്ളൂ. ആ കുട്ടിയുടെ ആ ഒരു വികാരമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഇത്രയും വലിച്ചു നീട്ടേണ്ട കാര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനുശേഷം പിന്നീട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ, ഞാനിതുവരെ സംസാരിച്ചിട്ടില്ല, പലതും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നതുമാണ്. അതിൽ കൂടുതലൊന്നും എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാനില്ല. അപ്പം ഇനിയെങ്കിലും ഇത് നീറ്റല്ല അവിടെ നടക്കുന്നത്. അവിടെ നടക്കുന്നത് ഒരു ടോപ്പ് ഓഫ് ദ ഗവൺമെന്റ് പോയിരിക്കുന്ന ആരാണ്? കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും എല്ലാം ഒരുമിച്ച് അവിടെ ചെന്നിട്ടുണ്ട്. മുദ്രാവാക്യം എന്താ? മോദിക്കോട്ടാവും. അപ്പൊ നീറ്റ് മറന്നോ നിങ്ങൾ? അപ്പൊ ഫണ്ടിങ് വന്നിരിക്കുന്ന ഈ മോദിക്കോട്ടാവും മുദ്രാവാക്യം വിളിക്കാനാണ്. അത് വന്നിരിക്കുന്ന അമേരിക്കനുമാണ്. സോ ബി കെയർഫുൾ, ബി വിജിലന്റ്. നിങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്, TV കാണൂ, കണ്ടുകൊണ്ടിരിക്കൂ. അതിനുശേഷം നിങ്ങളൊരു ഇതിൽ വരിക. അല്ലാതെ ഈ പൈസ കൊടുത്തിട്ട് അവിടെ പോയി നിൽക്കുന്നവരും ഏതെങ്കിലും ഒരു ഒഫീഷ്യലോ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഒരുത്തന്റെ കിഡ്നി ഫണ്ടിങ്ങിന് വേണ്ടി പോലും വിളിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വരാത്ത ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവർ പൈസ കിട്ടിയില്ലാതെ പോവില്ല. അപ്പൊ പിന്നെ അവിടെ ഡൽഹി വരയ്ക്ക് ടിക്കറ്റ് കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം, ആരാണെന്നുള്ളതൊന്നും. അത് ആരായാലും ശരി. അതുകൊണ്ട് നിങ്ങൾക്ക് അവർക്ക് ഐക്യദാർഷ്ട്യം പ്രഖ്യാപിക്കാമെങ്കിൽ ഞാൻ അതിന്റെ എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളതിന്റെ ലോജിക്കാണ്, എന്റെ ലോജിക്കാണ് ഞാൻ ഈ പറഞ്ഞത്. സോ ഐ ഓൾവേസ് സ്റ്റാൻഡ് വിത്ത് ദ റൈറ്റ് തിങ്സ്. യെസ്, അതിന് നിങ്ങൾക്ക് ഫോഴ്സ് ചെയ്യാം. വിദ്യാഭ്യാസ മന്ത്രി എന്തിനാ അതിനൊക്കെ? ആക്ച്വലി ഈ പ്രിന്റിംഗ് പ്രസ്സും ഇതേപോലെ തന്നെ എവിടെ നിന്നാണ് ലീക്കായിട്ടുള്ള ആ ആളുകളെ മുഴുവൻ ഇപ്പം 13 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. അതൊന്നും നിങ്ങൾ പറയുന്നില്ല, കേൾക്കുന്നുമില്ല, കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. ചർച്ചയ്ക്ക് തയ്യാറാണ്, എന്തൊക്കെയുണ്ട് ഞാനത് പിന്നീട് നോക്കാതെ. എനിവേ, താങ്ക് യു സോ മച്ച് ഇത്രയും നേരം എന്നെ കേട്ടേന്. സോ ഇത് നീറ്റിന്റെ പ്രക്ഷോഭമല്ല മക്കളെ, ഇത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ. നിങ്ങൾ ഏതെങ്കിലും ഇപ്പൊ ഇസ്രായേൽ അമേരിക്ക വാർ നടക്കുന്നുണ്ട്, അവിടെയുണ്ട് ഒരു ഒപ്പോസിഷൻ ലീഡർ. എന്തുകൊണ്ട് അവിടുത്തെ ഒരു വ്യക്തി പോലും ഇത് ചോദിച്ചിട്ടില്ല?
ട്രംപ് എത്ര പേരെ കൊന്നു, എത്ര നമ്മുടെ നശിച്ചു, എത്ര അവിടെ ഡാമേജ് ഉണ്ട്. അവിടുത്തെ ഡാമേജ് ഇല്ല, നമ്മുടെ എത്ര പോയി, നമ്മുടെ ഒരു രാജ്യം അത് ചോദിക്കില്ല, ഇന്ത്യ ഒഴിച്ച്. ഇന്ത്യയിൽ പേൽഗാം അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം വിഴാത്ത 5 റഫാലിന് ഇവിടുത്തെ ഒരു മീഡിയക്കാരനും അതുപോലെ തന്നെ ഇവിടുത്തെ ഒപ്പോസിഷൻ ലീഡറും പല പാർട്ടിക്കാരും എല്ലാവരും കൂടെ ആ റഫാലിന്റെ കണക്കെവിടെ, വിഴാത്ത റഫാലിന്റെ കണക്ക് അത് ചോദിക്കുന്നതാണോ കണക്ക്? കാർഗിൽ വാർ നടന്ന സമയത്ത് ഇതുപോലെ തന്നെ BJP ആയിരുന്നു, അന്നും കോൺഗ്രസ് ആയിരുന്നു ഓപ്പോസിഷനിലിരുന്നതിന്. പക്ഷെ ആ സമയത്ത് കോൺഗ്രസ് വാസ് ടുഗദർ വിത്ത് അസ്. ഒരിക്കലും അന്നെല്ലാം ഒരുമിച്ച് നിന്ന രാഷ്ട്രത്തിന്റെ കൂടെ. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്ത് കണ്ടാലും മോദിക്ക് അഗൻസ്റ്റിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അത് ചെയ്തു, സർജിക്കൽ സ്ട്രൈക്ക് എഴുതെങ്കിൽ അതിന്റെ പ്രൂഫ് ഇവിടെ. ഇതെല്ലാം ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള ഒപ്പോസിഷൻ ലീഡർ ചെയ്യേണ്ടത്. ആ സമയത്ത് രാജ്യത്തിന്റെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. രാജ്യത്തിന്റെ അഭിമാനം എവിടെ കളങ്കപ്പെടുന്നു ആ സ്ഥലത്ത് അതിനെ കളങ്കപ്പെടാതിരിക്കാനാണ് റൂളിംഗ് പാർട്ടിയും ഒപ്പോസിഷൻ പാർട്ടിയും ചെയ്യേണ്ടത്. അല്ലാതെ ആ സമയത്ത് റൂളിംഗ് പാർട്ടിയെ ചളിവാരി തേച്ചുകൊണ്ട് എനിക്ക് അധികാരം പിടിച്ചെടുക്കണമെന്ന് തോന്നുന്നത് നിങ്ങളുടെ മാനസിക വിഭ്രാന്തി മാത്രമാണത്. എനിവേ, ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇനി നിങ്ങൾക്കിരുന്ന് എന്നെ തെരുവിളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിനകത്ത് ചില പേരുകൾ കാണുന്നുണ്ട്. അത് കാണുന്ന സമയത്ത് തന്നെ അറിയാം നിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ എന്ന് പറയാൻ. നടക്കില്ല എന്നാണ്. ഈ രാജ്യത്തിനെ ഇനി അത്രയും പെട്ടെന്നൊന്നും നിങ്ങൾക്ക് താഴ്ത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. രാജ്യം വേറെ എവിടെയോ പോയിരിക്കുന്നു. സോറോസ് എല്ലാം അവന്റെ അപ്പൂപ്പം വന്നാലും ശരി ഇന്ത്യയെ ഇനിയിപ്പം തൊടാൻ പറ്റില്ല. കാരണം പഴയ കാലത്തായിരുന്നു ചിലപ്പം ഇന്ത്യനെ പൊട്ടിക്കാമായിരുന്നു. നടക്കില്ല സോറോസ്. ഇനി എത്ര പേരെ വേണമെങ്കിലും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ശക്തമായി കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് വി ഗോട്ട് എ സോളിഡ് ഗവൺമെന്റ്. ആൻഡ് ഓൺലി ഐ എം റിക്വസ്റ്റിംഗ് ദ opposition parties, please, when the question of the country comes, be together rather than accusing the country and trying to take the chair only to lead your life into the corruption bonded ruling. അതിനോട്ട് വരാതിരിക്കാൻ, അത് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിൽ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിനെ തന്നെയാണ് വിട്ടുകൊടുക്കുന്നത്. പ്ലീസ്, താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.